വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർട്നൈറ്റ് ഗെയിംസ് കളിക്കാനായിട്ട് പോകും. റോബ്ലോക്സിലെ ന്യൂ സ്ക്രിബിൾ ഷോട്ട് ആണ്. അങ്ങനെ തന്നെയാണോ? പേരിലൊന്നും എനിക്ക് വിഷയം, ഞാൻ കളിക്കാനും പോകും. ഇത് അവർ പറയുന്ന സംഭവം നമ്മൾ വരച്ചു കൊടുക്കാം. എനിക്ക് ഈ ഗെയിം കളിക്കാൻ വളരെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ എന്താണ് ഈ സാധനങ്ങളൊക്കെ വരച്ചു തുടങ്ങിയ അയ്യോ ഒരു ക്യാറ്റിനെ വരയ്ക്കണമെന്ന്. എനിക്ക് ക്യാറ്റിന് ഞാനിപ്പോ എന്തിനടുത്ത് വരയ്ക്കാൻ ഇങ്ങനെ വെച്ച് വരച്ച് വെച്ചാ മതിയാ. ദൈവമേ, എന്തിരുത് എന്തൊരു പൂച്ചയാണ് അമ്മമാരൊക്കെ വരച്ചത്. ഞാനാണ് തകർക്കണമെന്ന്. ഞാൻ തകർക്കാനാണോ തോക്കാൻ വന്നതാണോ എനിക്കും ഡൗട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. നമുക്കപ്പോൾ വരയ്ക്കാം. കോമഡി അല്ല കേട്ടോ അത്. തിന്തരുത്. നമുക്ക് ഇപ്പല്ല വയ്ക്കല്ല വയ്ക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. സെക്കൻഡ്സ് ആയിപ്പോയി. നമുക്ക് എന്ത് ചെയ്യാം? എനിക്കൊന്നും വയ്യ വരയ്ക്കാൻ. എനിക്ക് എന്ത് ചെയ്യാൻ? ഞാനിപ്പോൾ ഈ പൂച്ച വരയ്ക്കാൻ പറ്റൂല. ഈ പടം നമുക്ക് പ്രത്യേകം വരയ്ക്കാൻ പറ്റില്ല. സോറി. നമുക്ക് കാര്യത്തിൽ നമുക്ക് ഇമാരെ പറയാതെ നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ. എന്നാൽ പറയാത്ത നമുക്ക് വരയ്ക്കാം. പറയാത്ത എന്തരുത്. ദൈവമേ, വളരെ പ്രശ്നമായി. ഞാനിത് എന്തിന് കാണിക്കുന്ന 26 ഒരു സൂര്യനെ പോലും വരയ്ക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. വട്ടം വരച്ച് ബാക്കി റെഡിയായി. 49 കുറച്ച് വരയും കൊടുക്കാം. ഞാൻ നല്ല പെയിൻറ്റിങ് അടിക്കാൻ വരികയാണെങ്കിൽ ഞാൻ അതിൽ തകർക്കും. ഹെലികോപ്റ്ററൊക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നെ അതൊക്കെ പറയൂ ഇവര്. അടിപൊളി, എന്ത് ചൈതന്യം ഇങ്ങനെ പറയാമെങ്കിലും റാങ്ക് നമ്മൾ ഓട്ട് കൊടുക്കണം. എന്തരുത് വോട്ട്. എൻ്റെ തന്നെ എല്ലാം ഓട്ട് കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ വോട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടാ. നമുക്ക് ഇവിടെ കൊടുക്കണോ ഇതിൽ കൊടുക്കാം കേട്ടാ. ഇവന് കൊടുക്കണോ അത് ഞാൻ കേട്ടാ. ഒരു കൊടുക്കാതെ ഇരിക്കാം കേട്ടാ. അതെന്തരുത്. അത് എന്ത് സംഭവിച്ചു? എനിക്കെത്ര? ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയി പോയ. എന്തൊരു കഷ്ടമാണത്. ടാഗിയൊന്നുമില്ല. നമുക്ക് ഒരു ഗെയിം കളിച്ചിട്ട് തരാം. നമ്മുടെ എവിടെ അടുത്ത് പോയിട്ട് ഒരു കാര്യം ചോദിക്കാം. ഓക്കെ. ആർട്ട് വർക്കർ ബീസ് മേഡ് എ ഫാമിലി. എന്തിനത്? എനിക്ക് ഞാൻ അത് സത്യം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തെങ്കിലും അടുത്ത് കൊടുത്തതാണ്. എന്തിനാണ്? വിച്ച് കളർ ഈസ് ആൻ വീന്? എളുപ്പമല്ലേ? വീനാണ്. വാട്ട് ഡു ബേർഡ്സ് ബിൽഡ് ലെഗ്സ് ബറോസ്? നെസ്റ്റ്സ് അല്ലേ? യെസ്, അത് എളുപ്പമായിരുന്നു. നമുക്ക് നെസ്റ്റ്സ് ആണ് വേർഡ്. സ്നേക്ക് വേറെ ബോറ്റയ്യ. എന്തൊരു ബോയും മറ്റു എന്തൊരു സാധനം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്നേക്ക് വേറെ ബോറ്റായി. നമുക്ക് എന്തായാലും ഏറ്റവും നല്ല കളർ എന്താണ് കോമ്പിനേഷൻ? അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമ്മുടെ സീബ്രനപ്പോൾ നമുക്ക് അത് വരച്ചു. അല്ല വേണ്ട പച്ച എടുക്കാം. പച്ച എടുത്തിട്ടേ ചെമ്മാരില്ല. ഈ ചെമ്മാൻ നമുക്ക് കോപ്പടി എന്നുണ്ടെങ്കിൽ ബോട്ടായി. തൈയാണ്. ഇനി ഒരു സ്റ്റെമ്മിക്ക് ഇങ്ങനെ കയറി പോകണം കാണുമ്പോൾ ഒന്ന് വരയ്ക്കാൻ പറ്റും. നമുക്ക് വരച്ചോ. ഒരു മരം നമുക്ക് ഫസ്റ്റ് വരയ്ക്കാമേ. ഒരു മരം ഒന്ന് വരച്ചു കൊടുക്കണം. ഇതൊക്കെ എന്തൊരു ഇത് കണ്ടിട്ട് ആർക്കും തോന്നരുത്. എനിക്കറിയാവുന്ന ഞാൻ വരച്ചത്. യൂം വരച്ചത് കണ്ട ഇങ്ങനെ കയറി പോകണമെന്ന്. ഇത് എന്തൊരു സ്റ്റെമ്മാണോ എന്താ വരച്ചത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. മറ്റേ ചെലന്തീരാ
ആ അത് നമുക്ക് പിന്നെ പച്ച അടിക്കുമ്പോൾ മാറുമായിരിക്കും അല്ലേ? പച്ച നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ മരത്തിന്, നമ്മളിതിന് പച്ച അടിക്കണ്ടേ? പിന്നെ ഒരു വട്ടം കൂടെ കളയാൻ തോന്നുന്നു. ഇതെന്തൊക്കെയാണ് ഈ നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ താണ്ട ഒരു സ്റ്റെം ഇങ്ങനെ അങ്ങ് വരയ്ക്കുക, അത്രേ ഉള്ളൂ. എന്തൊരിത് ഞാൻ കൊണ്ട് പച്ച കളർ സ്റ്റെമ്മ്. യോ ഇത് പോയത് പച്ചയല്ല ബ്രൗവാ. യോ സമയം സെക്കൻഡ്സ് ആയ സമയമൊന്നും ഞാൻ നോക്കിയില്ല. ഇവരെങ്ങനെയാണ് വരച്ചത്? കോപ്പിയടിക്കാൻ ഇപ്പം എന്ത് ചെയ്യും? ഓക്കെ സ്നാക്ക് ഇപ്പോൾ പച്ച കളർ എവിടെ? പച്ച കളർ ഈ ഇത്രയും വലുതാണ്. ചെറുതാക്കി വേണ്ട. എൻ്റെ ഒരു കുഞ്ഞി വാല വെച്ചിട്ടുള്ള സ്നേഹാണ് ഇത്. പറന്നു പോകണം ഉണ്ട്. എന്തിനത്? യോ എന്തൊരു കഷ്ടമാണിത് അമ്മ ചെയ്യൂ. പെട്ടെന്ന് ഒരു കുഞ്ഞ് റെഡ് എടുത്തിട്ട് ഓക്കെ കുറച്ച് വലുതായി പോയി. അത് പ്രശ്നമില്ല. അത് പ്രശ്നം. 12 സെക്കൻഡ്സ് ആയിപ്പോയല്ലേ. പണി വളരെ കുറച്ചുകൂടി നേരം ഉണ്ടായിരുന്നു. എനിക്ക് സെറ്റപ്പ് മനസ്സിലായില്ല. അതാണ് പ്രശ്നമായിപ്പോയല്ലേ. ഞാൻ തകർക്കും ഇതൊക്കെ എല്ലാം. ഞാൻ 2-3 വരയും കൂടെ ഇട്ട് വെച്ചത്. അതിന് പക്ഷേ കുറച്ചുകൂടി ഇടാനായിരുന്നു. അത് പ്രശ്നമില്ലല്ലേ? തുറക്കാൻ എന്താണ് ഇത്? ഒന്നും വരച്ചു വെച്ചില്ല. എന്തിരി ഞാൻ വരച്ച് ഇത്രയും കുഞ്ഞായി പോയാ? എന്തിരിത്? എനിക്ക് എവന് കൊടുക്കാം. എവിടെന്തേലും ഇത് കറുത്തായതാ? ഞാൻ വെച്ച് ഏറ്റവും കുഞ്ഞായി പോയി. പക്ഷെ ഞാൻ വെച്ച് നല്ല കോമഡിയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തേടി കിട്ടി. അവന് ഏറ്റവും മറ്റേ ഇത് അവനാണ്. യവനാണ് ഏറ്റവും തേടി കിട്ടിയത്. അതെ ഞാൻ കാണിച്ചു തരാം. യവൻ കണ്ട യവനാണ് ഏറ്റവും തേടി. നമുക്ക് ഗെയിം കളിക്കാം പോരെ? അതിൽ എനിക്ക് ഗെയിം കളിക്കുന്നെങ്കിൽ നമുക്ക് എല്ലാം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ പെയിൻറ്റ് ഞാൻ വരച്ചത്. ഇത് ഞാൻ വരച്ചതാണ്. ഇത് ഞാനൊന്നുമല്ല വരച്ചത്. ഞാൻ വരച്ചത് തോണ്ടിരിക്കുന്നതാണ് ഞാൻ വരച്ചത്. എന്തിടാ ഇത്? ഞാൻ വരച്ച പെയിൻറ്റിങ്ങൊന്നുമല്ല. ഇവിടെ മറ്റേ പെയിൻറ്റിങ് ഒക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ താണ്ടേ ഇവിടെ നമുക്ക് കണ്ടു. ഇവിടെ മറ്റേ ഇതൊക്കെ സെറ്റ് റാങ്ക് വെക്കുന്ന സ്ഥലമാണ്. ഇപ്പുറത്താണെങ്കിൽ ഇവിടെ നമ്മുടെ റാങ്ക് സ്റ്റേജ് കാണാം. ഡാൻസ് സ്റ്റേജ്. ഇവിടെ ഗെയിം കളിക്കുന്ന സ്ഥലമാണ്. മറ്റേ ഇങ്ങനെ ചടിച്ചെടുക്കണം. പക്ഷെ നമ്മൾ ചത്തു. നമുക്കിപ്പോൾ ഈ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാരറ്റിൻ കേജ്. ഇത് ഞാൻ തകർക്കും. പക്ഷെ തകർക്കുമെന്ന് പറയും, പക്ഷെ പറ്റില്ല. ഫസ്റ്റ് ഞാൻ വൈറ്റാണ്. പക്ഷെ ഇത് ഫുൾ വൈറ്റ് ആവും. നമ്മളിന്ന് പാരറ്റിൻ്റെ ഇത് കേജ് കഴിക്കുമ്പോൾ വെള്ള വരകളല്ലേ. അപ്പം വെള്ളയാകുമ്പോൾ ഇത് കാണാൻ പറ്റില്ല. നമുക്ക് വരയാണ്. അപ്പം നമുക്ക് നീല കൊടുത്തിട്ട് വരും. എന്നിട്ട് നീല കൊടുത്തിട്ട് മലയാളി ഞാൻ പെയിൻ്റ് എടുത്ത് വെച്ചിരുന്നു. പെൻസിൽ വെച്ചിട്ട് ബ്രൗൺ ഇങ്ങോട്ട് വരച്ചിട്ടല്ലേ. പെട്ടെന്ന് ഓക്കെ സെറ്റായി. ഇനി നമുക്ക് തൂങ്ങി കിടക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഒരു പാറ്റിനാണ് വരയ്ക്കേണ്ടത്. പാറ്റിനെ വരയ്ക്കുന്നത് എൻ്റെ കൊച്ചിന്ന പെയിൻറ് വെച്ചിരിക്കുന്നു. ഇനി എനിക്ക് അബദ്ധം പറ്റില്ല. കാരണം നമുക്ക് പാരറ്റിനെ വരയ്ക്കണം. ജസ്റ്റ് നമ്മൾ പാറ്റ് ചെറുതിന് പാരറ്റ് എന്തരുത്. പച്ച എടുക്കണം. ഇതല്ലേ പാരറ്റിൻ്റെ ആളുകൾ. മേടിച്ചോണ്ടോട്ടിയുള്ള പക്ഷെ നീല കളർ പാരറ്റാ. അങ്ങനത്തെ പാരറ്റ് ഉണ്ടോ? എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് പറയാണ്. ശേ വേണ്ട. ഈ വശത്ത് തെറ്റുന്നു. ഓക്കെ ഇനി നമുക്ക് ഇത് നീണ്ടു പോണു കേസ് ഞാൻ വരയ്ക്കുന്നതൊക്കെ. നമുക്ക് ഇനിയിപ്പോ പാരറ്റ്
ഇവിടെ നമ്മളെ പെയിന്റ് മാറ്റും. ചുണ്ട് കുറച്ച് വലുതായിരുന്നു, ചുണ്ട് ചെറുതാക്കിയിട്ട് സെറ്റാണ്. കണ്ണും കൂടെ ആയപ്പം ഇതെന്താടാ ഇത്? അങ്ങനെ ചുണ്ട് പുറത്ത് കിടക്കുന്ന എന്തൊരു പടൂടാ ഇത്? വരച്ചിട്ടില്ല. ഓക്കേ, പണിപാളി. എനിക്ക് സമയം കിട്ടുന്നില്ല. എന്റെ പടമാണ് ഇതിൽ ഏറ്റവും ചെറുതായി വരുന്നത് കേട്ടോ. ഇതിൽ ഒന്നിനും കൊടുക്കാൻ കൊള്ളൂലല്ലേ നിങ്ങൾക്ക്? എവിടെയാണ് ഓട്ടോ കൊടുത്തത്? ഇതെന്തരുത്? എവന് ആര് കുടിച്ചത്? എവന് പിന്നെയും കുഴപ്പമില്ല. ഇത് എനിക്കത് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് എപ്പോഴും. എനിക്ക് 22 ആണ് 30. ഇതിന് 100% ആളുകൾ വോട്ട് കൊടുത്തു ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴത്തെ കാണിച്ചു തന്നില്ലല്ലേ? വാങ്ങാം. ഇവിടെ ഞങ്ങൾക്ക് സ്ലൈഡ് ഉണ്ട് കേട്ടോ, 2. എന്താണ് ഇവിടെ നമ്മളിങ്ങനെ പിക്ചേഴ്സ് വെക്കും. എൻ്റെ പിക്ചർ ഉണ്ടാകുന്ന നോക്കട്ടെ. എൻ്റെ ഇല്ലല്ലോ, എൻ്റെ ഉണ്ട് കേട്ടോ, പറ്റത്തിരിക്കാൻ. ഇവിടെ ഇങ്ങനെ പിക്ചേഴ്സ് ഉണ്ടാകും. പിന്നെ ഇപ്പുറത്തെ പിക്ചേഴ്സൊക്കെ ആണ് ഈ കണ്ട്. ഇവിടെയൊക്കെ പിക്ചറാണ് കാണിച്ചത്. ഇവിടെയും പിക്ചറാണ്. ഇവിടെ പിക്ചറുണ്ട്. ഉണ്ട്, ഇവിടെയും പിക്ചർ ഉണ്ടാവും. ഇവിടെ ഇതൊരു ഗെയിം ഗെയിം പോലത്തെ ഒരു പിക്ചർ സെറ്റാണ്. ഇതാണ് മേളിലും ഉണ്ട് കാണിച്ചു തരാം. മേളിൽ ഇവിടെ നിന്ന് കയറാനല്ലോ. ഇവിടെ പിക്ചറില്ല, സോറി. ഇവിടെ ഈ പിക്ചർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എത്തി. നമ്മളെത്തി. ട്രാക്ടറിനെ എന്തൊരു വരയ്ക്കാം. എനിക്ക് ട്രാക്ടർ വരയ്ക്കാം. എനിക്ക് ട്രാക്ടർ വരയ്ക്കാൻ അറിയത്തില്ല. എന്തൊരു വരയ്ക്കണം. നമുക്കെല്ലാം ചെയ്തേക്കാം. കിട്ടി. ഗൈസ്, നിങ്ങൾ ചെയ്യണം ഗൈസ്. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചിഹ്നം കൂടെ വരച്ചേക്കാം. ദിസ് ഈസ് എ ഹാർട്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാർട്ടാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഹാർട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് തരുക. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. സബ്സ്ക്രൈബും ലൈക്കും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലേ ഇതിങ്ങനെ ഇരുട്ട് മുറിയിലായി പോകും. സോ ഇരുട്ട് മുറിയിലാവണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ്. സോ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്താൽ നമ്മൾ ആ ഇരുട്ട് മുറിയിൽ നിന്ന് നല്ല അടിപൊളിയായുള്ള വെളിച്ചമുള്ള നല്ലൊരു മുറിയിലെത്ത. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇവിടെ ഇത് കാണൂല കേട്ടോ. യോ പണി അടിക്കാൻ നേരമുണ്ട്.
യോ പണിവാളി ചെയ്യണേ. ഇതെന്തരാ ഇത്? എന്തൊരു സാധനം ഇത്? എന്തൊരു 3-4 വട്ടം ഇട്ട് വെച്ചിരിക്കുന്നു. ടൈമില്ല ഇതിനൊന്നും കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഒട്ട് തരുന്നതൊക്കെ എവരൊക്കെ എവരാണ് ഓട്ടോ കൊടുത്ത 3-ാം സ്ഥാനം? ഞാൻ പിന്നെയും ലാസ്റ്റ്. ഇനി നന്നായി നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കും. ഗെയിം കളിക്കാം. നമുക്ക് ഇത് തന്നെ കങ്കാരു കൊടുത്തു എടി വാടി കളിച്ചാടി. ഡേ ഇതെനിക്ക് ചെവി കേൾക്കാമോ? എന്നാ യവന് മാത്രം കഴിച്ചൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നമുക്ക് കാണിച്ചു ദേവിന് പ്രത്യേകത. ക്യാറ്റ് വെയറിംഗ് സൺഗ്ലാസ് ഞാൻ വരച്ചു വെക്കാം. എന്തായാലും നമുക്ക് എന്തായാലും നോക്കല്ലോ. അതെന്തൊരു ബോഡി, ക്യാറ്റിന്റെ ബോഡി ഇങ്ങനെയൊക്കെ മതിയായിരിക്കും അല്ലേ? ക്യാറ്റ് ഇവിടെ തല വരയ്ക്കുന്നിട്ട് ബോഡി ആവാം അല്ലേ? തല ആവാൻ ഫസ്റ്റ് ഇതെടുത്തിട്ട് ഇതെടുക്കാം എന്നല്ലേ? ഉച്ചയ്ക്ക് മറ്റേ ഇതൊക്കെ വേണ്ടേ? സുന്ദരമായ അയ്യോ വലിയ മൂക്കായി പോയി. വലിയ മൂക്ക് ഇതെന്തരിത്? മൂങ്ങയൊക്കെ ആയിപ്പോയെന്ന് തോന്നട്ടോ. മൂങ്ങ ഫീലായിപ്പോയി. മൂങ്ങ ഫീൽ മൂങ്ങ ഫീലായിപ്പോയി. പ്രശ്നമില്ലെന്ന് തോന്നുന്നത്. മീശയുടെ കളറൊന്നും അറിയത്തില്ല. നമുക്ക് ബ്ലാക്ക് ആണ് തോന്നുന്നു. നമുക്ക് ഓറഞ്ച് വരയ്ക്കും. ഗൈസ് സത്യം പറഞ്ഞിട്ട് പൂച്ചയൊന്നും അല്ല, ഒരു ചിരി, സുന്ദരമായ ഒരു ചിരി. വേറെ സൺഗ്ലാസ് ഒന്നും നിനക്ക് വേണ്ടല്ലേ? വാ ഒരുത്തനും കണ്ടോ നല്ലോണം വെച്ചില്ല. ഞാൻ പെർഫെക്റ്റ് വെച്ചു. പെയിന്റ് എവിടെ? നീലെടുത്തടിച്ചു. നമ്മുടെ പൂച്ചക്കുട്ടൻ റെഡിയായി വരുന്നു. പെയിന്റ് പെൻസിൽ എടുക്കണം. പെൻസിൽ വരച്ചിട്ടുണ്ടോ? അത് അടിപൊളി കേട്ടോ. ഞാനും വരികയുള്ളൂ അതേപോലെ. ഉണ്ടനായിപ്പോയെന്നേ ഉള്ളൂ. ഇനി നമ്മൾ കൊളാക്കുന്നത് എന്തിനാണല്ലേ? ഞാൻ ഒന്നും വരച്ചില്ല, എല്ലാം പോയി. രാത്രി ആരും ഒട്ടേ ഇപ്പാലിനകത്ത് കയറി. എന്താടാ ഇത്? ഒരുത്തൻ പട്ടീനെ അടിച്ചു വെച്ചേക്കുന്നു. ഇതെങ്ങനെ സാധ്യം ഇങ്ങനെയാണ്? പിന്നെ 6th ആയ എന്ത് ചെയ്യാനെന്ന് പറ. സന്തോഷം. താങ്ക് യു.
ഡാഡി കളിക്കാം. ഈ കളിക്കാന്ന് നിനക്ക് പ്രാന്തായി. ഇവര് മാത്രം ഇതിൽ പ്രത്യേക വരപ്പ് തരം കണ്ട തോന്നാൻ ജയിക്കുന്നത്. ഐലേക്സ് ആരാണ്? ഐലേക്സ് നീയാണ് ഐലേക്സ് അല്ലല്ലേ? ഐലേക്സിനെ കണ്ടുപിടിക്കും. കപ്പ് കേക്ക് വിത്ത് ക്യാൻഡിൽ. ഇത് ഞാൻ തകർക്കുമെന്ന് പറയും, പക്ഷെ എനിക്ക് തകർക്കാൻ ഇല്ല, അറിയത്തില്ല. ഇതാണ് സത്യം. കപ്പ് കേക്കിന് എന്തൊരു ബ്രൗൺ അല്ലേ? പിങ്ക് പിങ്ക് ഈ സന്തോഷമായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കപ്പ് കേക്ക്. അത് പ്രശ്നമില്ലല്ലേ? യൗമാരൊക്കെ എന്ത് കഴിച്ചു? കപ്പ് കേക്ക് ഇങ്ങനെയല്ലേ ഇരിക്കുന്ന? ഇപ്പൊ പുറത്തിങ്ങനെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇതെനിക്ക് തകർക്കാൻ കിട്ടും. ഞാൻ ഫസ്റ്റ് അടിക്കണം. എനിക്ക് എൻ്റെ കോപ്പി അടിച്ചിട്ട് വരയ്ക്കുന്നമാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഇതുണ്ടാവില്ല. നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ കളർ ഇതല്ലേ? ഓറഞ്ച് എവിടെ? എടാ ഈ ഓറഞ്ച് ഇല്ലേ? ഓക്കെ, ഇതാണ് അടിപൊളി പെയിന്റിങ്. ഈ ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള പെയിന്റിങ്. ഇവൻ്റെ എന്തിനാ തീ കൊള്ളാൻ കേട്ടാ? തീ മാത്രം ബാക്കിയൊന്നും കൊള്ളില്ല. അടിപൊളി. എൻ്റെ കപ്പ് കേക്ക് ജയിക്കണം. എൻ്റെ കപ്പ് കേക്ക് വെറുതെ കൊള്ളാക്കണം എന്ന് ഭാഗ്യം. വെറുതെ കൊള്ളാക്കണമെന്ന് മനസ്സ് വന്നല്ലോ എനിക്ക്. കൂട്ടിയ സമയായ ഇതെന്താടാ? ഇത് കേക്ക് വരച്ച് വെച്ചിരിക്കുന്ന കേക്ക്. ഇത് കൊള്ളാം കേട്ടോ. കേക്കായാലും അടിപൊളി തന്നെ. മീ കൂൾ കൊള്ളാല്ലേ? മീ കൂൾ. പക്ഷെ അവൻ്റെ അത് കൊള്ളത്തില്ല കേട്ടാ. മീ കൂൾ. എനിക്ക് എവരാണോ വോട്ട് കൊടുത്തത്? എനിക്കല്ലേ കിട്ടേണ്ട. നല്ല തേടി കിട്ടിയല്ലേ പുള്ളി. യവൻ തന്നെ യവൻ കുറെ വട്ടമായിട്ട് 6th ആവുന്നുണ്ട് കേട്ടോ. ഇന്ന് മറ്റോ ഞാൻ കണ്ടുപിടിക്കട്ടെ. താങ്ക് യു. അപ്പോൾ മറ്റോനോട് വരച്ച സ്ഥലമാണ് മെയിനായിട്ട് കളിക്കും. ഈ സാമാൻ എനിക്ക് കണ്ടുപിടിക്കണം കേട്ടാ. നമ്മുടെ തലയുടെ മേലൊക്കെ ഞാൻ കാണുന്നത് എവിടാണോ? ഇപ്പം വില്യമാണവൻ. ഇവിടെ വരയ്ക്കുന്നത് ആരാണ്? അപ്പം യവന് 2nd പ്രൈസ് ആണെന്ന് തോന്നി കിട്ടിയത്. അപ്പം ഇവൻ്റെ പടം കാണും. അപ്പോൾ നോക്കാം കേട്ടാ. യവനാണ് ആള്. കണ്ട ഈ നിൽക്കുന്നത് കണ്ട യവനാണ് ഈ പിക്ചർ ഇവിടെ വരച്ച് വെച്ചത്. യവനാണ് പ്രത്യേകതയുള്ളത്. പെയിന്റിങ് തുടങ്ങി ഞാൻ ഇപ്പുറത്താണേ. ഞാനാണ് ഇപ്പുറത്ത്. അയ്യോ
റാബിറ്റ് ഈറ്റിംഗ് ക്യാരറ്റ്. നമുക്ക് കേക്ക് വരച്ച് വയ്ക്കാം കേട്ടാ, അടിപൊളിയാവും. പിങ്ക് എവിടെ? എല്ലാം എനിക്ക് ഓട്ട് വരും, നിങ്ങൾ നോക്കിക്കോ. പക്ഷെ ടൈം ഉണ്ടെങ്കിലേ ഈ പിക്ചർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ടൈമിന് വേണം, ടൈം ഇതിൽ ടൈം വേസ്റ്റ് കുറവാണ്. ഇവരങ്ങനെ ടൈം തരത്തില്ല നമുക്ക്. എന്തരുത് സ്ഥലം ഒന്നും മാറി കേട്ടോ, അത് പ്രശ്നം ഇല്ലായിരിക്കും. ഓക്കെ, അടിപൊളി. പെയിന്റ് ഇവിടെ അടിച്ചു, സെറ്റ്. നെക്സ്റ്റ് എന്തൊരു യെല്ലോ എടുക്കാം ഗൈസ്. യെല്ലോ എടുത്തിട്ടേ, പെയിന്റ് വേണം, പെയിന്റ് മാറ്റി. ഒരു യെല്ലോ എടുത്തിട്ട് മറ്റേ സ്ട്രൈപ്പ് മറ്റേ യോമാരൊക്കെ റാബിറ്റൊക്കെ ഓടിയുള്ളിട്ട് വരയ്ക്കുന്നു കേട്ടോ. പക്ഷെ എനിക്ക് റാബിറ്റൊന്നും എനിക്ക് അറിയാതെ എനിക്ക് പെർഫെക്റ്റ് കേക്ക് വരയ്ക്കാം. ഇത് മറ്റേ സ്പ്രിങ്കിള് അറിയാമല്ലോ, ഇത് മറ്റേ സ്പ്രിങ്കിള് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടിപൊളി സ്പ്രിങ്കിള്. ഇത് സ്പ്രിങ്കിൾ ഇച്ചിരി വലുതായി, അത് പ്രശ്നമില്ലല്ലേ. പെട്ടെന്ന് പെട്ടെന്ന് ടൈമാവും ആവില്ല ഇപ്പം. ഓക്കെ, ആമം വരച്ചെന്ന് പറയും അവ ഇങ്ങനെയല്ലേ സെറ്റ്. ഇതെന്താണ് ഇത് പറ്റിയാണെങ്കിലേ ഗേസ് വെറുതെ വളാക്കണ്ടല്ലേ. വെറുതെ എൻ്റെ കണ്ണ് എൻ്റെ സുന്ദരി ഒരു ചിരി അടയ്ക്കും. ഒരു കൊമ്പൂട് വരയ്ക്കാൻ നിന്നായിരുന്നു, അടിപൊളിയാവുമായിരുന്നു കേട്ടോ. ഇതെന്താ ഇത്? എന്റെയാണ് അടിപൊളി കേട്ടോ പിക്ചറിൽ. ഇത് നമുക്ക് കൊടുക്കാം. ഇവരാണ് എൻ്റെ ഫുൾ ഓട്ട്. ഇതെന്തിനാ ക്യാരറ്റ് പുറത്ത് വരുന്ന ഒരുത്തരം മോൺസ്റ്റർ. ഇത് സെറ്റപ്പ് ഇവനെയാണ് ഫുള്ള്. എവിടെ സെക്കൻഡ് എവിടെ തേർഡ്. പിന്നെ 6 ഒരു മനോഹരമായ ഡ്രോയിങ് അല്ലായിരുന്നു അത്. എനിക്ക് 6 3 കിട്ടുമോ? ഒരു ഹാർഡ് ലെവലാണെങ്കിൽ ഇപ്പോൾ വരയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.